الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم صل على رسولك وحبيبك سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സഫലമാക്കി തരുമാറാവട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് അവൻ തീർത്തു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും പരലോകം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ധാരാളം ആളുകൾ മഹലിൽ നിന്നും കുടുംബത്തിൽ നിന്നും മറ്റുമൊക്കെ ഹജ്ജിന് നിയ്യത്ത് ചെയ്ത് പുറപ്പെട്ടവരുണ്ട്, പുറപ്പെടാൻ ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ഇന്ന് ദുൽഖഅദ 15 അതോടൊപ്പം തന്നെ മെയ് 1 മെയ് 1 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ലോകം തന്നെ ഒന്നായിട്ട് ആചരിക്കുന്നത്. മെയ് 1 എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട്, തൊഴിലാളികളുടെ ഒരു ദിവസമായിട്ട് ഈ മെയ് 1 കാണുകയും ആ രൂപത്തിൽ അതിനെ ആചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. കേവലം ഒരു അവധി ദിനമായിട്ട് മാത്രം ഈ ദിവസത്തെ നമ്മൾ കണ്ടാൽ പോരാ. നേരെമറിച്ച് അധ്വാനത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ദിനമാണ് മെയ് ദിനം. തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് അയവറക്കാനും ചർച്ച ചെയ്യാനും ഉതകുന്ന ഒരു ദിനമായിരിക്കണം മെയ് ദിനം. മനുഷ്യന്റെ ബഹുമതിയും മനുഷ്യർക്കിടയിൽ നടത്തപ്പെടേണ്ട നീതിയും സമത്വവുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിനമായിരിക്കണം മെയ് ദിനം. നമുക്കറിയാം, ഏകദേശം ഒരു 18-19 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഘട്ടം ഘട്ടമായിട്ടാണ് വ്യാവസായിക വിപ്ലവം നടക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തോടുകൂടെ ഓരോ രാജ്യങ്ങളിലും വലിയ വലിയ കമ്പനികളും പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങളും ഉയർന്നു വരികയുണ്ടായി. സ്വാഭാവികമായും വ്യവസായ സംരംഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ കമ്പനികളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും കൂടിക്കൂടി വരും. അങ്ങനെ ഏകദേശം ഒരു 19 നൂറ്റാണ്ടുകൾക്ക് ശേഷം കമ്പനികളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ ശക്തമായ ഞെരുക്കവും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് കമ്പനിയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് മതിയായ വേതനം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉയർന്നു വന്നു. അതുപോലെ തന്നെ കഠിനമായി ജോലി ചെയ്യേണ്ട സാഹചര്യം വന്നു. 14-16 മണിക്കൂറുമൊക്കെ ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, കഠിനമായി അധ്വാനിക്കുന്ന ഈ തൊഴിലാളികൾക്ക് മതിയായ ശമ്പളമില്ല, മതിയായ രൂപത്തിൽ വിശ്രമമില്ല, മതിയായ രൂപത്തിൽ സുരക്ഷിതവുമല്ല. ഈ ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായിട്ട്
ഒരുമിച്ച് നിന്നത്. വളരെ കൃത്യമായി അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം, ജോലി ചെയ്യാം, പക്ഷെ 8 മണിക്കൂർ ജോലി മതി. 8 മണിക്കൂർ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സമയം വേണം. 8 മണിക്കൂർ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടാൻ സമയം വേണം. അങ്ങനെ മൗലികമായ ഒരു ആവശ്യം ഉയർന്നു വരികയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടന്നു. 1886 ചിക്കാഗോ നഗരത്തിൽ നടത്തിയ വലിയൊരു സമരം അതിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു സമരമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലോകം തൊഴിലാളികളുടെ അവകാശത്തെ കൂടുതൽ ഗൗരവത്തോടുകൂടി കാണാൻ ഈ ഒരു പ്രക്ഷോഭത്തിന്റെയും സമരങ്ങളുടെയും ശേഷം തൊഴിലാളികളുടെ അവകാശം എന്നുള്ളത് ലോകം ഒന്നായിട്ട് വളരെ ഗൗരവത്തിൽ സീരിയസിൽ ആലോചിച്ചു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് മെയ് 1 ഒരു തൊഴിലാളി ദിനമായിട്ട് ആചരിക്കപ്പെട്ടു പോരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മെയ് ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട നമ്മളൊക്കെ തൊഴിലാളികളാണ്. തൊഴിലെടുക്കാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, തൊഴിലെടുത്താണ് ഒരാൾ ജീവിക്കേണ്ടത്. വെറുതെ ഒരാൾ ജീവിക്കാൻ പാടില്ല. സൗജന്യമായി, ആനുകൂല്യമായി, മറ്റുള്ളവന്റെ കാശ് ആശ്രയിച്ചുകൊണ്ട് യാചനയുടെ ഒരു പരുവത്തിൽ അത് ജീവിതമാർഗം ഒരാൾ ആ രൂപത്തിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രമേയം തന്നെ. അതുകൊണ്ട് തന്നെ തൊഴിലെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൊഴിലാളികൾ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ്. ഇസ്ലാം അതുകൊണ്ട് തന്നെ അധ്വാനത്തെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ മഹത്വപ്പെടുത്തുന്നു. നിഷ്ക്രിയത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് എടുത്തു പറയേണ്ട ഒരു ഹദീസാണ്. മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു, നിങ്ങളിൽ ഒരാളും നല്ല ഭക്ഷണം കഴിക്കുന്നില്ല. ഖൈറൻ, ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും പവിത്രമായ ഭക്ഷണം, മൂല്യവത്തായ ഭക്ഷണം, ആത്മാഭിമാനമുള്ള ഭക്ഷണം, മിൻ അയ്യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ സുന്ദരമായ, അഭിമാനകരമായ, സന്തോഷകരമായ ഒരു ഭക്ഷണം ഒരു മനുഷ്യനും കഴിക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ നിന്ന് തൊഴിലിന്റെ മഹാത്മ്യം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് നാം ഭക്ഷിക്കുന്ന ഓരോ ആഹാരത്തിന്റെ പിന്നിലും എത്രയോ കൈകളുടെ അധ്വാനമുണ്ട്. കർഷകരുണ്ട്, ഇടനിലക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ചുമട്ട് തൊഴിലാളികളുണ്ട്, ഓഫീസ് ജീവനക്കാരുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, പാചകക്കാരുണ്ട്. അങ്ങനെ നാം കഴിക്കുന്ന ഒരു ഉരുള ഭക്ഷണം, ഒരു പിടിച്ചോറിന്റെ പിന്നിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ ആളുകൾ അധ്വാനിച്ചതിന്റെ ഫലമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോ നമ്മുടെ ഭക്ഷ്യവസ്തു, നാം വായിലേക്ക് വെക്കുന്ന ആഹാരത്തിന്റെ പിന്നിൽ അധ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ അധ്വാനത്തെയും നമ്മൾ ആദരിക്കണം. ഓരോ അധ്വാനം നിർവഹിക്കുന്ന തൊഴിലാളികളെയും നമ്മൾ മാനിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്നുള്ളതാണ്. എത്ര സുന്ദരമായ ആശയമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അധ്വാനങ്ങൾ വിലമതിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരും എന്തെങ്കിലും വേലകള്, എന്തെങ്കിലും തൊഴിലുകള്, എന്തെങ്കിലും ജോലികൾ ചെയ്ത് ജീവിച്ചവരായിരുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കർഷകനായിരുന്നു. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിവിദഗ്ധമായ രൂപത്തിൽ നിർമ്മിതികൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. പ്രത്യേകിച്ച് കപ്പലിന്റെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. അങ്ങനെയായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപജീവന മാർഗം കണ്ടെത്തിയത്. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം
ഇരുമ്പിന്റെ വർക്ക് ചെയ്ത ആളാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂലിവേല ചെയ്ത് വീടുകളിൽ കൂലിവേല ചെയ്ത ആളാണ്. മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാപാരിയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് പോയ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. നല്ലൊരു കച്ചവടക്കാരനും അതുപോലെ തന്നെ ആടിനെ മേയിച്ച് നടത്തുന്ന ഒരാളുമായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിൽ ചെറുതോ വലുതോ ആകാം, പക്ഷെ ഓരോ തൊഴിലും ശക്തമായ അന്തസ്സുണ്ട്, ശക്തമായ അഭിമാനമുണ്ട്. തൊഴില് വേതനം കൊണ്ട് ചിലപ്പോ കുറവായിരിക്കാം, ഒരാൾക്ക് കൂടുതലായിരിക്കാം. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് തൊഴിലാണ്, തൊഴിലിനാണ് മേന്മ എന്നുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സംഭവമുണ്ട്. സഹീഹ് ബുഖാരിയിലാണ് ഹദീസ് ഉള്ളത്. കാന ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി. നബി തങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാം, ദാവൂദ് നബി ലാ യഅകുലു, അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നില്ല, ഇല്ലാ മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിൽ നിന്നല്ലാതെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. അഥവാ ആരായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? അദ്ദേഹം ആ രാജ്യത്തെ രാജാവായിരുന്നു. അധികാരവും ബഹുമതിയും സമ്പത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തം കൈകൊണ്ട് ഇരുമ്പ് പണി ചെയ്ത് കവചങ്ങൾ നിർമ്മിച്ച് അതിലൂടെയായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ഥാനമോ പദവിയോ ഉണ്ടായാലും തൊഴിലിന്, ഓരോ ആളുകളും ചെയ്യുന്ന തൊഴിലിന് അത് മഹത്വമുണ്ട്. തൊഴിൽ ചെയ്യാൻ ഒന്നും തന്നെ മുന്നിൽ തടസ്സമായി നിൽക്കാനും പാടില്ല, വെറുതെ ഒരാളിരിക്കാൻ പാടില്ല. അവന്റെ ആരോഗ്യം, അവന്റെ സമയം, അവന്റെ അവസരം എന്തെങ്കിലും ക്രിയാത്മകമായ പ്രവർത്തനത്തിൽ അവൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. മടിയനായി മുഷിയനായി ഉറങ്ങിയിട്ടും സമയം കളഞ്ഞിട്ടും ഒരാൾ അവന്റെ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഏത് തൊഴിലും നമുക്കെടുക്കാം, പക്ഷേ ഹലാലായ തൊഴിൽ മേഖല മാത്രമേ ഒരു സത്യവിശ്വാസി സ്വീകരിക്കാവൂ. അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹലാലായ തൊഴിൽ എന്ന് പറഞ്ഞതിന് മാത്രമേ സമൂഹത്തിന് ഗുണമുണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ഹലാലായ തൊഴിലല്ല എന്ന് ഏതെങ്കിലും ഒരു തൊഴിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊഴിലിലൂടെ സംഭവിക്കുന്നത് സാമൂഹിക ദ്രോഹപരമായ കാര്യമായിരിക്കും. മദ്യത്തിന്റെ കച്ചവടം അതിൽപ്പെട്ട ഒന്നാണ്, മയക്കുമരുന്നിന്റെ കച്ചവടം അതിൽപ്പെട്ട ഒന്നാണ്. അതേപോലെ സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്ന ഏതെങ്കിലും തൊഴിലല്ല നിങ്ങൾ എടുക്കേണ്ടത്. നേരെമറിച്ച് നിങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമുള്ള ഹലാലായ തൊഴിൽ മാർഗം മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ എന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുപോലെ ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കൈവേലയെ, കൈത്തൊഴിലിനെ, കൂലിവേലയെ, അതേപോലെ ചില വേലയെ, ചില തൊഴിലിനൊക്കെ നിസ്സാരമായി കാണുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഇരുമ്പ് പണിക്ക് അതിന്റെ മേന്മയുണ്ട്, കൃഷിപ്പണിക്ക് അതിന്റെ മേന്മയുണ്ട്, കൂലിപ്പണിക്ക് അതിന്റെ മേന്മയുണ്ട്, വ്യാപാരത്തിന് അതിന്റെ മേന്മയുണ്ട്, ബാർബർ പണിക്ക് അതിന്റെ മേന്മയുണ്ട്. ബാർബർമാർ പണി നിർത്തിയാൽ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും? കൂലിവേലക്കാർ പണി നിർത്തിയാൽ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? അവിടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ തൊഴിലിനും ഓരോ മേന്മയുണ്ട്. ഈ ഒരു ആശയമാണ് പുതുതലമുറക്ക് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത്. പണത്തിന്റെ വിലയെക്കുറിച്ച് മാത്രമല്ല, പരിശ്രമത്തിന്റെ വിലയെക്കുറിച്ചും പുതിയ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് അതിവിശാലമായ ഈ ആശയമാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. തൊഴിൽ ഒരിക്കലും തന്നെ, ജോലി ഒരിക്കലും തന്നെ ഭാരമേറിയ ഒരു കാര്യമായിട്ട് കാണാൻ പാടില്ല. അരോചനമുണ്ടായി തൃപ്തിയില്ലാതെ, സംതൃപ്തിയില്ലാതെ ഒരു തൊഴിലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളുള്ള തൊഴില് വളരെ സംതൃപ്തിയോടുകൂടെ
റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ആ ജോലി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൽ അല്ലാഹു തആല നിഅമത്തും ബറക്കത്തും ഏറ്റി തരിക. നേരെ മറിച്ച് അരോചകമായി എങ്ങനെയാണ് പണിക്ക് പോകാതിരിക്കുക, എങ്ങനെയാണ് ജോലിക്ക് പോകാതിരിക്കുക, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടണ്ട എന്നൊക്കെ വിലപിച്ചുകൊണ്ട് പഴിചാരിക്കൊണ്ടും നമ്മൾ ചെയ്യുന്ന ജോലി അതിൽ ബർക്കത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഓരോ ജോലിയെയും, നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയെയും വളരെ ഹൃദ്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ വന്ന് ഒരു അൻസാരി സഹോദരൻ യസ്അലുഹു എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു യാചകന്റെ വേഷത്തിലോ അല്ലെങ്കിൽ ഒരു യാചനയുടെ സ്വഭാവത്തിലോ അൻസാരിയായ മദീനക്കാരനായ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിച്ചു. ഫഖാല, ആ സമയത്ത് നബി തങ്ങൾ അയാളോട് ചോദിച്ചു, അമ്മാ ഫീ ബൈതിക ശൈഉൻ, നിന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ബല, ഉണ്ട് നബിയേ. ജിൽസുൻ നൽബസു ബഅ്ലഹു വനസ്ബതു ബഅ്ലഹു വഖഅബുൻ നശ്റബു ഫീഹി മിനൽ മാ. കുറച്ച് വസ്ത്രമുണ്ട്, ആ വസ്ത്രം കൊണ്ടാണ് ഞാൻ ധരിക്കാറുള്ളത്, ആ വസ്ത്രം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പുതക്കാറുമുള്ളത്. അപ്പോ ആ ഒരു സഹാബിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. വളരെ ദൈന്യമായ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ പെട്ടുപോയ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ സ്വന്തമായിട്ട് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രവുമുണ്ട് റസൂലെ. അത്രമാത്രം സാമ്പത്തികമായ പരാധീനതയിലാണ് ആ സഹാബാക്കൾ ജീവിക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾക്ക് വേണ്ടി ഒരു പിരിവെടുത്ത് കൊടുക്കുകയല്ലേ ചെയ്തത്. നമ്മൾ ആലോചിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ആ രണ്ടും നീ കൊണ്ടുവാ. അയാൾ അത് കൊണ്ടുവന്നപ്പോ അത് രണ്ട് നബി തങ്ങൾ തങ്ങളുടെ കൈ കൊണ്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള സഹാബാക്കളോട് ചോദിച്ചു, ഇതാരാണ് എന്നിൽ നിന്ന് വാങ്ങുക? അങ്ങനെ ആ രണ്ട് സാധനവും സഹാബാക്കളിൽ ആരോ വാങ്ങി. എന്നിട്ട് അതിന് പണം കിട്ടി. 2 ദിർഹമോ മറ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. ഇഷ്തരി ബിഹദിമാ തുആമൻ ലിഅഹ്ലിക്. 1 ദിർഹം അയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ദിർഹം കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങുക. വസ്തരി ബിൽ ആഖർ. മറ്റൊരു ദിർഹം കൊണ്ട് ഖദൂമം, നീ ഒരു നല്ല മഴു വാങ്ങുക. ഇദ്ഹബ്, എന്നിട്ട് നീ പോവുക. ഫഹ്തതിബ് വബിഅ, എന്നിട്ട് നീ വിറക് ശേഖരിച്ച് വബിഅ, അത് നീ വിൽപ്പന നടത്തുക. വലാ അറയന്നക 15 യൗമൻ, 15 ദിവസത്തിന് ശേഷം വിൽപ്പന നടത്തിയ കാശുമായി നീ ഇങ്ങോട്ട് വരണമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയാണ്. അയാൾ 15 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അയാളെ കയ്യിൽ വരുമാനം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തൊഴിലാളിയെ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. യാചനയല്ല വേണ്ടത്. ഓരോ ആളുകളും സ്വയം പര്യാപ്തനാകണമെന്നുള്ള മൂല്യബോധത്തെ കുറിച്ചാണ്, മനുഷ്യന്റെ അവകാശത്തെ കുറിച്ചാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ യാചന പാടില്ല, യാചനക്ക് ഒരു അന്തസ്സുമില്ല, തൊഴിലിന് മാത്രമാണ് അന്തസ്സുള്ളത്. അതുപോലെ സാമൂഹികമായ പരിഷ്കരണം എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത് എന്ന പാഠവും ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നത് മനുഷ്യനെ ബഹുമതിയിലേക്ക്, ആത്മാഭിമാനത്തിലേക്ക്, അന്തസ്സിലേക്ക് ഉയർത്തുമെന്ന ആശയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, ഏതൊരു തൊഴിലിനും മഹാത്മ്യമുണ്ട് എന്നുള്ളത് പോലെ തന്നെ ഏതൊരു തൊഴിലിനും വിലയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിലപ്പെട്ട തൊഴിലിന് വിലപ്പെട്ട വേതനവും നിങ്ങൾ കൊടുക്കണമെന്നും പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തി തൊഴിലാളികളുടെ സംസ്ഥാപനത്തിന് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളാണ് മുന്നോട്ട് വന്നത് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പാണ് ഈ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി ആദ്യമായി ശബ്ദിച്ചതും പ്രമേയം പാസാക്കിയതും. നമ്മൾ കാണാം, ഇബ്നു ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാൻ സാധിക്കും, അഅ്തുൽ അജീറ അജ്റഹു ഖബല അൻ യജുഫ അർഖഹു. നിങ്ങൾ തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന് നിങ്ങൾ വേതനം കൊടുക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര മഹോന്നതമായ സാമൂഹികമായ നീതി! ഇന്ന് പലരും ജോലി വാങ്ങി വേതനം ഒരാളുടെ ജോലി അവനിൽ നിന്ന് വാങ്ങി ജോലി ചെയ്യിപ്പിച്ച് വേതനം വഹിപ്പിക്കുകയാണ്. ചിലർ വേതനം കുറച്ചു കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് വേറെ വേതനം, ആണുങ്ങൾക്ക് വേറെ വേതനം എന്നുള്ളത് ആരും ഉണ്ടാക്കാത്ത കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ കഴിവിനെ ചൂഷണം ചെയ്യുന്ന ചൂഷക സമൂഹം ഇന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ചില തൊഴിലിനെയും തൊഴിലാളികളെയും നമ്മിൽ പലരും അപമാനിക്കുകയാണ്. അതൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഏതൊരു തൊഴിലിനും മഹാത്മ്യമുണ്ട് എന്നും ഏതൊരു തൊഴിലാളിക്കും അവകാശമുണ്ട് എന്നും ആ അവകാശം അവന്റെ കൂലിയാണെന്നും ആ കൂലി വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണം എന്നുള്ളതുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മെയ് ദിനത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിഅമത്തും ബറക്കത്തും ഉണ്ടാകണമെങ്കിൽ അത് നീതിയോടുകൂടി നമ്മൾ വർത്തിക്കണം. അതിൽ അന്യായങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഹലാലായ വരുമാനം മാത്രമായിരിക്കണം. ഈ രൂപത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മുഴുവൻ ആളുകളും അധ്വാനിച്ചവരാണ്. നമ്മളെ കഴിഞ്ഞ കാലങ്ങൾ കുറെ അധ്വാനിച്ചിട്ടുണ്ടാകും. നമ്മൾ അധ്വാനിച്ചതിന്റെ ഫലമായി നമ്മുടെ കുടുംബത്തെ പോറ്റി വളർത്തി മക്കളെ പഠിപ്പിച്ചു, കഷ്ടപ്പാട് സഹിച്ചു. അതൊന്നും ഒരിക്കലും നഷ്ടമാണെന്ന് സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. മക്കളുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ, ഭാര്യമാരുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ നമുക്ക് തോന്നിപ്പോകും, ഇതുവരെ ഞാൻ അധ്വാനിച്ചത് മുഴുവൻ നഷ്ടമായി പോയല്ലോ എന്ന് തോന്നും. അങ്ങനെ തോന്നേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അധ്വാനിക്കുന്ന ഒരു അധ്വാനവും ഇബാദത്താണ് എന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മളെ ഓരോ അധ്വാനങ്ങളും ഓരോ പരിശ്രമങ്ങളും ഓരോ തൊഴിലും അല്ലാഹു തആല ഇബാദത്തായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ പോരായ്മകളും അല്ലാഹു തആല നമ്മിൽ നിന്ന് പരിഹരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ജീവിത മാർഗത്തിലും അല്ലാഹു തആല ധാരാളം നിഅമത്തും ബറക്കത്തും ഏറ്റി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹു നാമേവരെയും ഈമാൻ സലാമത്താക്കി മരിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.